അൺനാച്ചുറൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല, സൂപ്പർ നാച്ചുറൽ എന്ന് വേണമെങ്കിൽ പറയാം. സൂപ്പർ നാച്ചുറൽ എന്നുള്ളതായിരിക്കാം കുറച്ചൊരു നല്ല വാക്കെന്ന് തോന്നുന്നു. എന്ത് സൂപ്പർ നാച്ചുറൽ? നമ്മൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബയോളജിക്കൽ ജീവിയല്ല, ഞാൻ അങ്ങനെ അച്ഛനും അമ്മയ്ക്കും തന്നെ ബയോളജിക്കലായി ഉണ്ടായ മനുഷ്യനൊന്നുമല്ല, പകരം ഞാൻ നോൺ ബയോളജിക്കലാണ് എന്നും ദൈവീകമാണ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിൽ എന്ത് സൂപ്പർ നാച്ചുറൽ എലമെൻ്റ് ആയിരുന്നു കണ്ടത് എന്ന് പറയണം. പോട്ടെ, അത് കഴിഞ്ഞു. അത് 2023 നടന്ന സംഭവം. അതിനുശേഷം 2024 ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നു. 2024 ലോക്സഭാ ഇലക്ഷന് ശേഷം ഇവിടെ ഉണ്ടായ ഒരു ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കണം തനിക്ക് ശേഷം പാലക്കാട് സ്ഥാനാർത്ഥി എന്ന് ഏത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലും ഏത് സൂപ്പർ നാച്ചുറൽ ഫിനോമിനൻ്റെ അല്ലെങ്കിൽ പ്രതിഭാസത്തിൻ്റെ ഈ പറയപ്പെടുന്ന ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണാൻ സാധിക്കുന്ന അസാമാന്യ പ്രതിഭയുടെ വിളയാട്ടം കൊണ്ടാണ് ഷാഫി മനസ്സിലാക്കിയത് എന്നും പറയണം. മാത്രമല്ല 2023 യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം, രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ ശേഷം ഒരു പദവി കൂടി കിട്ടി. എന്തിന്? തൻ്റെ ഇരയെ വേട്ടയാടി പിടിക്കാൻ. അത്തരം വേട്ടയാടലുകൾക്ക് വിധേയമായ ആളുകൾ ആ ഒരു കൊല്ലത്തെ കാലാവധിക്കുള്ളിൽ എത്ര പരാതികൾ ഷാഫി പറമ്പിലിന് കൊടുത്തു? ഏതർത്ഥത്തിൽ? യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഷാഫി പറമ്പിൽ മാറിയെങ്കിൽ പോലും ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ന ആളാണ് എന്നുള്ള ധാരണയിലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുമൊക്കെ എത്ര പരാതികൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മാന്യദേഹത്തിന്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മാന്യദേഹത്തിൻ്റെ, ഞാൻ വളരെ ബോധപൂർവം തന്നെയാണ് ഈ മാന്യദേഹം എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പരാതികൾ കിട്ടിയിരിക്കുന്നത് ആരിൽ നിന്നൊക്കെയാണ്? അപ്പോൾ രണ്ട് തരത്തിൽ വേണം ആ പരാതികളെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരാൻ എന്താണ് കാരണം, അതിനിടയിൽ എത്ര പരാതികൾ കിട്ടിയിരുന്നു? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കുന്നതിന് ഇടയിൽ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ എത്ര പരാതികൾ കിട്ടിയിരുന്നു? ഈ പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കാൻ ശ്രമിച്ചിരുന്നോ? അതോ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആദ്യം MLA-യും പിന്നെ MP-യുമായി താൻ അനുഭവിച്ചിരുന്ന ആ പദവികൾ ദുരുപയോഗം ചെയ്ത് അത്തരം കേസുകളിൽ നിന്ന് തൻ്റെ പിൻഗാമിയെ രക്ഷിച്ചെടുക്കാൻ വഴിവിട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തെളിവാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. അതിനിടയിൽ തന്നെ ഉണ്ടെങ്കിൽ ഏറ്റു പറയാം. അപ്പോൾ ഏറ്റു പറഞ്ഞ് ഇപ്പം അതാണല്ലോ കോൺഗ്രസിൽ നടക്കുന്നത്, കൈവിടുകയാണ്. ഒരാളെ രാജിവെപ്പിച്ചാൽ അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്നും കോൺഗ്രസ് എന്തോ പവിത്രമായ സംഘടനയാണെന്നും ആ തെമ്മാടിക്കൂട്ടത്തിൽ, ഞാൻ ബോധപൂർവം തന്നെയാണ് വാക്ക് ഉപയോഗിക്കുന്നത്, ആ തെമ്മാടിക്കൂട്ടമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയിൽ ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും വളരെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അന്തസ്സോടുകൂടി തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് പോലും അതിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പിടിപ്പുകേട് കൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും സംഭവിക്കുന്ന ഈ അപകടങ്ങൾക്ക് അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളത് രാഹുലിൻ്റെ ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എനിക്കുള്ള ഓർമ്മ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ വാക്കുകളുടെ കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു പ്രതിപക്ഷ നേതാവ് പ്ലേസ് ചെയ്തെടുത്തത് എന്ന്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഗതികേട് എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത് പോട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ്, നിങ്ങൾക്ക് ആ ഫുട്ടേജ് പരിശോധിക്കാം. ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് ആ സ്ഥാനാർത്ഥിത്വത്തിനുള്ള ഒരു എക്സ്ട്രാ മെറിറ്റ് ആണ്, അത് കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഷാഫിയുടെ നോമിനിയാവാൻ മാത്രം മെറിറ്റുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മെറിറ്റ് പൊതുസമൂഹം ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഷാഫി പറമ്പിലിൻ്റെ മെറിറ്റ് എത്രത്തോളം ആയിരിക്കുമെന്ന് പാലക്കാട്ടത്തെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ, പാലക്കാട് 3 തവണയായി ജയിച്ച് ജനപ്രതിനിധിയായി പോയ ഒരാളെ വിചാരണ ചെയ്യുന്നതിന് തന്നെയാണ് പാലക്കാട്ടത്തെ ജനത ആഗ്രഹിക്കുന്നത്. കാരണം തങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അതിലേക്കൊരു സ്ഥാനാർത്ഥിയെ എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച് അയാൾക്ക് വേണ്ടി ഒരു മാസം മുഴുവൻ ഇവിടെ നിന്ന് ക്യാമ്പയിൻ ചെയ്ത് ജയിപ്പിച്ചെടുക്കുമ്പോൾ ഏത് മെറിറ്റിൻ്റെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തനിക്ക് പറ്റിയ പ്രതിനിധി, തനിക്ക് പറ്റിയ പിൻഗാമി എന്ന് ഷാഫി അസന്നിഗ്ധമായി വിശ്വസിച്ചതും അത് നടപ്പിലാക്കാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കിയതും പ്രതിപക്ഷ നേതാവിൻ്റെ എൻഡോഴ്സ്മെൻറ്റോടുകൂടി തന്നെ ഷാഫിയുടെ നോമിനിയാണ് രാഹുൽ എന്നുള്ളതിൻ്റെ ആ എക്സ്ട്രാ മെറിറ്റ് കൂടി സ്ഥാനാർത്ഥിത്വത്തിന് ഗുണകരമാണ് എന്നുള്ള വ്യാഖ്യാനത്തിൽ ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെ, പാലക്കാടിൻ്റെ സാധാരണ ജനതയെ പറഞ്ഞ് പറ്റിച്ചത് എന്നും അതുകൊണ്ട് തന്നെ വിചാരണ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുലിൽ അവസാനിക്കില്ല, അത് ഷാഫി പറമ്പിലേക്ക് കൂടി തുടരേണ്ടി വരും, അത് പ്രതിപക്ഷ നേതാവിലേക്കും കൂടി പടരേണ്ടി വരും എന്നുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കഴിഞ്ഞ 24 മണിക്കൂർ അല്ലെങ്കിൽ 36 മണിക്കൂറിലെ സംഭവവികാസങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആ സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയങ്ങളെ
ഈ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പോയി എന്നുള്ളതിൻ്റെ കാരണം കൊണ്ടും അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പരാതി ലഭിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ തുടരും എന്നുള്ളതിൻ്റെ അഹങ്കാരത്തിൻ്റെ പേരിലൊക്കെ എത്ര മണിക്കൂറുകൾ നീട്ടിയെടുക്കും എന്നുള്ളത് മാത്രമേ നമുക്ക് കാണാനുള്ളൂ.